സിജോ ഔട്ടായതല്ലേ? പ്രാങ്ക് കളിപ്പിച്ചതാണോ ബിഗ് ബോസ്? പ്രാങ്ക് കൊടുത്തതാണോ? നാളെ സിജോയുടെ ബർത്ത്ഡേ ആണ്, അതിൻ്റെ സർപ്രൈസ് ആണോ, പ്രാങ്ക് ആണോ നടക്കുന്നത്? എന്താണ് അപ്ഡേറ്റുകൾ? സംഭവം എന്താണെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. ഇതുപോലത്തെ എക്സ്ക്ലൂസീവ് ജെനുവിൻ ബിഗ് ബോസ് അപ്ഡേറ്റ്സിനായിട്ട് ഇപ്പം തന്നെ നമ്മുടെ പേജ് ഫോളോ ചെയ്യാത്തവർ ഫോളോയും ചെയ്യണം. അപ്പോൾ ഈ സിജോ ഔട്ടാവാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ ഇട്ടതിന് ശേഷം സിജോയാണ് ഔട്ടാവാൻ പോകുന്നതെന്ന് അറിയുന്നു. ഷൂട്ട് കഴിയട്ടെ എന്ന് പറഞ്ഞതിന് ശേഷം ഒത്തിരി മെസ്സേജസും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി കോളുകൾ മെസ്സേജുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ ഒരാൾ എവിക്റ്റ് ആവാൻ വേണ്ടി ഇത്രയും മെസ്സേജ് കോളും എനിക്ക് വന്നിട്ടില്ല. ആദ്യമായിട്ടാണ് ഇത്രയും മെസ്സേജും കമൻസും കോളും വരുന്നത്. സിജോ ഔട്ടായോ, അതോ പ്രാങ്ക് ആണോ, അതോ കള്ളത്തരമാണോ? അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് കുറേ പേര് ഒരുപോലെ മെസ്സേജ് അയക്കുന്നു. സിജോയുടെ ബർത്ത്ഡേ ആണ് നാളെ, ജൂൺ 9 നാളെ സിജോയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നാളെ ടെലികാസ്റ്റ് ചെയ്യാനുള്ള എപ്പിസോഡ് ആണല്ലോ ഇന്ന് സൺഡേ എപ്പിസോഡ് ആക്കിയിട്ട് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ എപ്പിസോഡിലാണല്ലോ സിജോ എവിക്റ്റ് ആവാൻ പോകുന്നത് നിങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ അതിനകത്ത് സിജോയ്ക്ക് ഒരു പ്രാങ്ക് കൊടുക്കുന്നതായിക്കൂടെ, ബർത്ത്ഡേക്ക് സർപ്രൈസ് കൊടുക്കുന്നതായിക്കൂടെ. ഒരു പക്ഷേ ഇനിയിപ്പോൾ ഔട്ടായാൽ പോലും ലാലേട്ടൻ്റെ കൂടെ സ്റ്റേജിൽ കൊണ്ടുവന്ന് നിർത്തി കേക്കൊക്കെ മുറിക്കാനുള്ള ഒരു സ്പെഷ്യലൊക്കെ ആയിരിക്കില്ല. കാരണം സിജോയ്ക്ക് ഈ പറയുന്ന പോലെ റോക്കിയൊക്കെ ഇടിച്ച് വയ്യാതെയൊക്കെ ആയതുകൊണ്ടൊരു സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുത്തുകൊണ്ട് സ്റ്റേജിൽ കൊണ്ടുവന്ന് കേക്ക് മുറിച്ചതൊക്കെ ആയിക്കൂടെ എന്നൊക്കെ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് അവരോടൊക്കെ ആയിട്ട് ഒത്തിരി മെസ്സേജസ് വരുന്നതുകൊണ്ടാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഇതുവരെയും അറിഞ്ഞിരിക്കുന്നത് സിജോ ഔട്ട് ആവാൻ പോവുകയാണ് എന്നാണ് അറിഞ്ഞത്. ഷൂട്ടിംഗ് അവിടെ നടക്കുന്നതേ ഉള്ളൂ. ഷൂട്ടിംഗ് കഴിയുന്നത് വരെ ഒന്ന് സമാധാനമായിട്ടിരിക്കൂ, എന്നിട്ട് പറയാം. ഷൂട്ടിംഗ് ഒരു 6 മണി 7 മണിയാകുമ്പോൾ ഷൂട്ടിംഗ് കഴിയും. ഏറ്റവും ലാസ്റ്റാണ് എവിക്ഷൻ നടക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, സിജോയുടെ ഒരു കേക്ക് കട്ടിങ്ങും ഉണ്ട്, വീട്ടിൽ നിന്ന് ഒരു വീഡിയോയും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 2 സംഭവം കാണിക്കും. പിന്നെ ഞാൻ അറിഞ്ഞത് സിജോയുടെ വീഡിയോ ഇല്ല, ജേണി വീഡിയോ, ആ വീഡിയോയും എഡിറ്റ് ചെയ്യാനായിട്ട് എഡിറ്റിംഗ് ടീമിൻ്റെ കയ്യിൽ കൊടുത്തു എന്നാണ് അറിയുന്നത്. ഇന്ന് രാവിലെ തന്നെ അതും കൊടുത്തിരുന്നു. എഡിറ്റിംഗ് ടീമിൻ്റെ അല്ല, മറ്റേ സ്ക്രീനിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കൊടുത്തത് എന്തിനാ? സിജോയുടെ എഡിറ്റിംഗ് ടീമിൻ്റെ കയ്യിൽ ആ വീഡിയോ എഡിറ്റ് ചെയ്യാൻ കൊടുത്തതും ഈ പറയുന്ന പോലെയുള്ള സംഭവങ്ങൾ കൊടുത്ത് എനിക്ക് തോന്നുന്നു ഔട്ടാവാൻ തന്നെ ആയിരിക്കും. അല്ലാതെ ഒരു പ്രാങ്ക് വന്നു കഴിഞ്ഞാൽ അതൊരു സർപ്രൈസ് തന്നെയായിരിക്കും. ഒരു പ്രാങ്ക്, പക്ഷേ ഞാനിപ്പോഴും പ്രതീക്ഷിക്കുന്നത് പ്രാങ്ക് അല്ല എന്നാണ്. പ്രാങ്ക് ആവണേ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം സിജോയെ ഞാനൊരു ടോപ്പ് 5 വരുമെന്ന് കരുതിയിട്ടുണ്ടായിരുന്ന ഒരാളായിരുന്നു. അപ്പം പ്രാങ്ക് ആവണേ എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അറിയുന്നത് അങ്ങനെ അല്ല. പ്രാങ്ക് ആണെന്നല്ല അറിയുന്നത്. സംഭവിക്കാൻ പോകുന്നത് സിജോയുടെ എവിക്ഷൻ തന്നെയാണ് എന്നാണ് അറിയുന്നത്. നമുക്ക് നോക്കാം, ഷൂട്ടിംഗ് കഴിയട്ടെ. ഷൂട്ടിംഗ് കഴിയുമ്പോഴേ നമുക്ക് എന്തെങ്കിലും ഒരു ക്ലാരിറ്റി അതിൽ വരത്തുള്ളൂ. ഞാൻ രാവിലെ പറഞ്ഞതുപോലെ നോറയും സിജോ ആണ് ഔട്ടാവും. ഞാൻ നിങ്ങളുടെ 2-3 ആഴ്ചകളായിട്ട് പറയുന്നത്, 2-3 ആഴ്ച എന്നല്ല, നമ്മൾ എവിക്ഷൻ ഇടുന്ന കാലം മുതലേ പറയുന്ന എല്ലാം കറക്റ്റ് ആണല്ലോ, ഇതുവരെ തെറ്റിയിട്ടില്ലല്ലോ. അപ്പോൾ ഈ പറയുന്നത് നമുക്ക് നോക്കാം. ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. നമുക്ക് നോക്കാം, സിജോക്ക് ഇനി ബർത്ത്ഡേ സർപ്രൈസ് കൊടുക്കുന്നതാണോ, അതോ പ്രാങ്ക് ആണോ, അതോ റിയൽ എവിക്ഷൻ തന്നെയാണോ. എന്നാലും ഒരു 90% റിയൽ എവിക്ഷൻ ആണ് എന്നാണ് എനിക്കറിയാൻ പറ്റിയത്. കാരണം ഈ പറയുന്ന വീഡിയോ വരെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സിജോയുടെ. അപ്പം റിയൽ ആയിരിക്കും, അതിൻ്റെ ഫേക്ക് ആവുമോ? വെയിറ്റ് ചെയ്യാം. ഇനിയും പ്രാങ്കുകളും ട്വിസ്റ്റുകളൊന്നും വരാൻ സാധ്യതയില്ല. നോക്കാം, നമുക്ക് അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.